നമസ്കാരം. ഡോക്ടർ പ്രമോദ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം ഒരു രീതിയിൽ പറഞ്ഞാൽ മൂത്രമായിട്ട് വലിയ ബന്ധമില്ലാത്ത ഒരു വിഷയമാണ്. ഈ രോഗി 38 വയസ്സോളം ഉണ്ട്, ഒരു സ്റ്റാഫ് നേഴ്സാണ്. അപ്പോൾ ഇവർക്ക് കൂടെ ഫ്ലഷിങ് അറ്റാക്ക് വന്നു. ചിലപ്പോൾ പെട്ടെന്ന് തല ഇറങ്ങി താഴെ വീഴും. പക്ഷെ അന്നേരം നോക്കുമ്പോഴത്തേക്ക് BP വളരെ കൂടുതലാണ്. അത് കഴിഞ്ഞ് വേറെ കുഴപ്പമൊന്നുമില്ല എങ്കിൽ ബാക്കി നോർമൽ സമയത്ത് നോക്കുമ്പോൾ BP നോർമലാണ്. വേറെ എന്തെങ്കിലും സ്ട്രെസ്സോ സ്ട്രെയിനോ അങ്ങനെ വരുമ്പോൾ പിന്നെ ഇതുപോലുള്ള സിങ്കപ്പൽ അറ്റാക്ക്, മയങ്ങി വീഴുക. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ നോക്കി അപ്പോൾ BP ആണ് എന്നുള്ളൊരു പ്രഷറിൻ്റെ അസുഖമാണെന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് പ്രഷറിൻ്റെ മരുന്നൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അത് കുറേ നാൾ മരുന്ന് കഴിച്ചിട്ടും പക്ഷേ ഈ പറഞ്ഞ എപ്പിസോഡ്സിന് വ്യത്യാസമൊന്നും കണ്ടില്ല. ചില സമയത്ത് പെട്ടെന്ന് BP കൂടും, അപ്പോഴത്തേക്ക് മുഖമൊക്കെ ചുമന്ന് അപ്പോഴത്തേക്ക് തല ഇറങ്ങുക, താഴെ വീഴുക, അങ്ങനെയൊക്കെ വന്നു. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ടെസ്റ്റ് ചെയ്തു. പ്രഷറിന് എല്ലാ പ്രഷറും ഒരുപോലെ അല്ല. ചില പ്രഷറിന് ചില കാരണങ്ങളുണ്ട്. ആ കാരണം മാറ്റിയെങ്കിൽ മാത്രമേ ആ പ്രഷർ കൺട്രോൾ ആകത്തുള്ളൂ. അത് ചിലപ്പോൾ സാധാരണ നമ്മൾ റൂട്ടീനായിട്ട് നമ്മൾ പ്രഷറിന് മരുന്ന് കൊടുക്കുന്നതുകൊണ്ട് ആ പ്രഷർ കൺട്രോൾ ആകണമെന്നില്ല. അപ്പോൾ ഈ രോഗിയെ നമ്മൾ കൂടുതലായിട്ട് ടെസ്റ്റ് ചെയ്തു, അൾട്രാസൗണ്ട് ചെയ്ത് നോക്കിയപ്പം അഡ്രിനൽ ഗ്ലാൻഡിൽ ലെഫ്റ്റ് സൈഡിലെ അഡ്രിനൽ ഗ്ലാൻഡിൽ ഒരു മുഴ കണ്ടു. ഏതാണ്ട് 3 സെൻറ്റിമീറ്റർ എങ്ങാണ്ട് സൈസുണ്ട്. അപ്പോൾ ആ മുഴ കണ്ടപ്പം കിഡ്നിയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്ലാൻഡാണ് അഡ്രിനൽ ഗ്ലാൻഡ്. അതിൽ നിന്നാണ് ഈ പ്രഷറിൻ്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്ന ഹോർമോൺസ്, അഡ്രിനാലിൻ, നോറഡ്രിനാലിൻ, ഈ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നത് അവിടെ നിന്നാണ്. അപ്പം ഈ മുഴ ഇങ്ങനെ കണ്ടതുകൊണ്ട് അതിൻ്റെ ഒരു ഫങ്ഷനാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ അതനുസരിച്ച് ബാക്കി ടെസ്റ്റുകൾ യൂറിന് ടെസ്റ്റ് ചെയ്ത് നോക്കി. യൂറിൻ ടെസ്റ്റ് ചെയ്യുകയും ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പം ഈ അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്നാണോ ഈ ഹോർമോൺസ് കൂടുതലുണ്ടായിട്ട് പ്രഷർ ഉണ്ടാകുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ എല്ലാം ഈ ഗ്ലാൻഡിൻ്റെ കാരണങ്ങൾ കൊണ്ടാണ് BPയും ഈ ഫ്ലഷിങ് അറ്റാക്കും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ബാക്കി CT സ്കാനൊക്കെ എടുത്ത് നോക്കി. അപ്പോൾ 2 അഡ്രിനൽ ഗ്ലാൻഡ് ഉള്ളതിൽ ഒരെണ്ണം നോർമലാണ്, റൈറ്റ് സൈഡിലെ നോർമലാണ്, ലെഫ്റ്റ് സൈഡിലാണ് ഈ മുഴ കണ്ടത്. അപ്പോൾ ഈ മുഴ റിമൂവ് ചെയ്യണം. ഈ പണ്ട് ഒക്കെ ആണെങ്കിൽ ഈ മുഴ റിമൂവ് ചെയ്യുന്ന നമ്മൾ വയറ് ഓപ്പൺ ചെയ്ത് കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞ്, അപ്പോൾ ആ സമയങ്ങളിൽ ഈ മുഴയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് BP കൂടും. അല്ലെങ്കിൽ ഈ മുഴ നമ്മൾ പെട്ടെന്ന് എടുക്കുന്നതനുസരിച്ച് പെട്ടെന്ന് BP കുറയും. അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്. വളരെ ശ്രദ്ധിച്ച് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് ഈ അഡ്രിനൽ ഗ്ലാൻഡിലുള്ള ട്യൂമർ, അത് പ്രത്യേകിച്ചും ഫങ്ഷനിങ് ട്യൂമർ. അതുകൊണ്ട് നമ്മളൊരു ലാപ്രോസ്കോപ്പിക് സർജറിയാണ് ഇതിനുവേണ്ടി പ്ലാൻ ചെയ്തത്. ലാപ്രോസ്കോപ്പിയുടെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഒത്തിരി മാനിപ്പുലേഷൻ വരാത്തതുകൊണ്ട് BP അങ്ങനെ പെട്ടെന്ന് ഫ്ലക്ച്വേറ്റ് ചെയ്യത്തില്ല. അങ്ങനെ നമ്മൾ ആ ലാപ്രോസ്കോപ്പി വഴി ആ മുഴയെടുത്തപ്പോൾ ഇത്രയും വലിയൊരു മുഴയായിരുന്നു, ആ അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ ഒരു മുഴയായിരുന്നു. അപ്പോൾ ആ പേഷ്യൻറ്റിന് അപ്പം നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ലാപ്രോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞപ്പോൾ ലാപ്രോസ്കോപ്പിയുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ കൂടുതലായിട്ട് നമ്മളതിൽ ടിഷ്യൂവിൽ ഒത്തിരി മെഡൽ ചെയ്യത്തില്ല. അപ്പോൾ ഈ ഹോർമോൺസ് അങ്ങനെ കൂടുതലായിട്ട് ബ്ലഡിൽ വരത്തില്ല. BP ഒക്കെ ഏകദേശം നമ്മൾ കൺട്രോൾ ചെയ്ത് വയ്ക്കാൻ പറ്റും. അങ്ങനെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ഓപ്പറേഷനാണ്. ഈ മുഴ കംപ്ലീറ്റ് മാറ്റി കഴിഞ്ഞപ്പോൾ തന്നെ BP കൺട്രോളായി. BP ശരിയായിട്ട് പറഞ്ഞാൽ ഇച്ചിരി കുറഞ്ഞു. അത് ഇനിയിപ്പം ഈ ട്യൂമർ എടുത്ത് കളഞ്ഞത് കൊണ്ട് BP നോർമലായിരിക്കും. BP അങ്ങനെ എന്തെങ്കിലും കൂടുതലായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നാളത്തേക്ക് മാത്രം ചിലപ്പോൾ BPയുടെ ഗുളിക കഴിക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ട്രീറ്റ്മെൻറ്റും ഇതിനാവശ്യമില്ല. നന്ദി. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.